ദില്ലിയിൽ വെച്ച് നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം അവസാനിച്ചു. തർക്ക സീറ്റുകളിൽ തീരുമാനമായില്ല. കേരള നേതാക്കൾ സോണിയാഗാന്ധിയെ കാണും. അടൂർ പ്രകാശിനെയും കെ ബാബുവിനെയും മാറ്റണമെന്ന നിർദ്ദേശം ഉമ്മൻചാണ്ടി തള്ളി. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് തത്സമയം ചേരുന്നു. സന്തോഷ്, വിവരങ്ങൾ. അനന്തു, രൂക്ഷമായ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഒരു ഫോർമുല ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ മുന്നോട്ട് വച്ചിരുന്നു. ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം അക്കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്തു. മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ വെച്ചായിരുന്നു രാവിലെ 9:30 സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ചത്. അല്പസമയം മുമ്പ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം സമാപിച്ചു. ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു: തുടർച്ചയായി മത്സരിക്കുന്നവരെ ഒഴിവാക്കണം എന്ന VM സുധീറിന്റെ ആവശ്യം നമുക്ക് മാറ്റി നിർത്താം ഇപ്പോൾ. എന്നാൽ ആരോപണ വിധേയരെ ഒഴിവാക്കണം എന്ന കാര്യത്തിൽ ഒരു ചർച്ചയാകാം എന്നായിരുന്നു ഹൈക്കമാൻഡ് നേതാക്കളുടെ ഒരു നിലപാട്. അങ്ങനെയാണെങ്കിൽ കോന്നിയിൽ അടൂർ പ്രകാശിനും തൃപ്പൂണിത്തറ കെ ബാബുവിന്റെയും സ്ഥാനാർത്ഥിയുമാണ് വലിയൊരു തർക്കമായി ഉയർന്നു വന്നത്. കാരണം ഇരുവർക്കുമെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയരുന്നുണ്ട്, അന്വേഷണം തന്നെ നടക്കുന്നുണ്ട്. ഈ അടൂർ പ്രകാശിനെതിരെ ഉയർന്ന ക്വിക്ക് വെരിഫിക്കേഷനും അക്കാര്യത്തിൽ ഹൈക്കോടതി അനുകൂല നിലപാടെടുത്തതുമൊക്കെ ചർച്ചയാവുകയും ചെയ്തു. അങ്ങനെ കെ ബാബുവിനെ അടൂർ പ്രകാശിനെ ഒഴിവാക്കേണ്ടി വരും എന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു നീക്കമുണ്ടായത്. ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇരുവരെയും ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ തന്നെയും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്ന് മാറ്റുക. ഇന്ന് AICC പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പുതുപ്പള്ളിയിൽ തന്റെ പേര് ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് ഉമ്മൻചാണ്ടി നിലപാടെടുക്കുകയായിരുന്നു. ഇത് പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി. ഒരു തീരുമാനം എത്താത്ത സാഹചര്യത്തിലേക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം മുന്നോട്ട് പോയി. അതിനുശേഷം VM സുധീരൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നിന്നും പുറത്തിറങ്ങി AK ആന്റണിയെ കാണാൻ പോയി. അതിനിടയിൽ മാധ്യമങ്ങളെ VM സുധീരൻ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റമൊന്നുമില്ല, എന്നാൽ ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്ന് മാത്രം VM സുധീരൻ പറയുകയായിരുന്നു. അതായത് ഇന്നലത്തെ തർക്കത്തിന്റെ അതേ സാഹചര്യം, നിലവിലെ സാഹചര്യം തുടരുന്നു. VM സുധീരൻ പോയതിനു ശേഷവും മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നിന്ന് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പുറത്തേക്ക് വന്നിട്ടില്ല. ചില ദൃശ്യങ്ങളിൽ നാം കാണാൻ കഴിയുന്നത് മല്ലികാർജ്ജുന ഖാർഗെ ഇടയ്ക്ക് രമേശ് ചെന്നിത്തലയും മുഗൾ വാസ്നിക്കിനെ മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ വസതിയുടെ കോറിഡോറിൽ നിന്ന് സംസാരിക്കുന്നത് കാണാം. ഇതേ രീതിയിലുള്ള ഒരു ചർച്ച ഉമ്മൻചാണ്ടിയുമായി നടത്തുന്നുണ്ട്. ഉമ്മൻചാണ്ടിയിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല. VM സുധീരനും ഇവരെ മത്സരിപ്പിക്കുന്നതിനോടുള്ള കടുത്ത നിലപാട് തുടരുന്നു. ഇപ്പോൾ ഇന്ന് തർക്ക തീരുമാനമായില്ലെങ്കിൽ അല്പസമയത്തിനകം സോണിയാഗാന്ധിയെ 3 നേതാക്കളും സംയുക്തമായി തന്നെ കാണും. തർക്കത്തിൽ ഒരു തീരുമാനമായില്ല എന്നറിയിക്കും. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കട്ടെ, അതായത് സോണിയാഗാന്ധി തീരുമാനം എടുക്കട്ടെ എന്നറിയിക്കും. സോണിയാഗാന്ധി എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കുക. അത്തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമാണ്. കയ്പമംഗലത്ത് മത്സരിക്കാൻ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു. കത്ത് രാഹുൽ ഗാന്ധി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ വായിച്ചു. നേരത്തെ മത്സരിക്കാൻ തയ്യാറല്ലെന്ന് കാണിച്ച് പ്രതാപൻ KPCCക്ക് കത്തയച്ചിരുന്നു. ഇതോടെ TN പ്രതാപന്റെ കപട നിലപാട് പുറത്തായി. കൂടുതൽ വിവരങ്ങളുമായി മനുശങ്കർ ദില്ലിയിൽ നിന്നും ചേരുന്നു. മനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ും സംഘടനാ പ്രവർത്തനം നടത്താനാണ് താല്പര്യമെന്നും പ്രഖ്യാപിച്ച് കയ്യടി നേടിയ TN പ്രതാപൻ കയ്പമംഗലത്ത് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്താണ് പുറത്തു വന്നത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ പ്രതാപൻ അയച്ച ഈ ഡിജിറ്റൽ കത്ത് തെരഞ്ഞെടുപ്പ് സമിതി മുമ്പാകെ വായിക്കുകയും പിന്നീട് കയ്പമംഗലത്ത് സീറ്റ് നൽകാൻ അനുവാദം നൽകുകയും ചെയ്തു. കയ്പമംഗലത്ത് ഏറ്റവും വിജയ സാധ്യത ഉള്ളത് തനിക്കാണെന്നും മുസ്ലിം വോട്ടർമാരുടെ പിന്തുണയുണ്ടെന്നും അറിയിച്ചായിരുന്നു TN പ്രതാപൻ AICCക്ക് കത്തയക്കുകയും ചെയ്തത്. എന്നാൽ കത്ത് അയച്ചിട്ടേ ഇല്ലെന്നാണ് TN പ്രതാപൻ പീപ്പിൾ TVയോട് പ്രതികരിച്ചത്. അതേസമയം പ്രതാപനെതിരെ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആദർശ പൊയ്മുഖം TN പ്രതാപന്റെ പുറത്തായെന്നും KSU ജില്ലാ പ്രസിഡന്റിനുള്ള അവസരം നഷ്ടപ്പെടുത്തിയെന്നുമാണ് ഡീൻ കുര്യാക്കോസ് ആരോപിച്ചത്. KSU പ്രസിഡന്റ് കൂടിയായ ശോഭ സുബിന് ഇനിയും അവസരമുണ്ടല്ലോ എന്നായിരുന്നു ഇതിനുള്ള പ്രതാപന്റെ മറുപടി. നിലവിൽ കൊടുങ്ങല്ലൂർ MLA ആയ പ്രതാപൻ CPIക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ VS സുനിൽകുമാർ മത്സരിച്ചേക്കുമെന്ന ആദ്യ സൂചന വന്നതിന് പിന്നാലെയായിരുന്നു മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചത്. ഇതിനിടയിലാണ് കയ്പമംഗലം മണ്ഡലത്തിലേക്ക് സീറ്റ് മാറുന്നതിനുള്ള രഹസ്യകരുക്കൾ പ്രതാപൻ നീക്കുകയും ചെയ്തത്. ആനന്ദു, അതേസമയം സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്ത് അയച്ചിട്ടില്ലെന്ന് TN പ്രതാപൻ പീപ്പിൾ TVയോട് പറഞ്ഞു. രാഷ്ട്രീയ ശത്രുക്കൾ വ്യാജ കത്ത് പ്രചരിപ്പിക്കുകയാണ്. നേതൃത്വം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് മത്സരിക്കുന്നതെന്നും TN പ്രതാപൻ പറഞ്ഞു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അപ്പോഴും ഇപ്പോഴും അതേപോലെ നിൽക്കുന്ന ആളാണ്. ഞാൻ ഇത്തവണ തന്നെ പുതിയ ആളുകൾക്ക് വേണ്ടി ഒഴിവാക്കി തരണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടുള്ളത്. പക്ഷെ എന്നാൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിർബന്ധപൂർവമായ സൗഹാർദ്ദത്തോടു കൂടിയ സമ്മർദ്ദമാണ് ഈ കാര്യത്തിൽ പുനരാലോചനയ്ക്ക് അവസരമുണ്ടായത്. അതായത് നിർബന്ധമായും
ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംഘടനാപരമായ കാര്യങ്ങൾ വേറെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരുന്നു എന്നൊരു അതൊക്കെ അടിസ്ഥാനരഹിതമാണ്. എൻ്റെ ആത്മസുഹൃത്തുക്കളായ ആരെങ്കിലും ഒരു പക്ഷേ ചില മാധ്യമങ്ങൾക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടുള്ള ബുദ്ധിപരമായ ചില പ്രചരണങ്ങളാവാനിടയുണ്ട്. അതിനെ ഒരു സതുദ്ദേശത്തോടുകൂടി കാണുകയാണ്. ഞാൻ ഒരു തരത്തിലും അത്തരത്തിൽ ഒരു കത്ത് അയച്ചിട്ടുമില്ല. 100% അടിസ്ഥാനരഹിതമാണ്. വി സുരേന്ദ്രൻപിള്ള കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻപിള്ള നേമത്തെ സ്ഥാനാർത്ഥിയാകും. ഇതിനായി JDU നേതൃത്വവുമായി ആശയവിനിമയം നടത്തി. വിജയസാധ്യതയുള്ള ഒരു സീറ്റ് പോലും മത്സരിക്കാൻ പാർട്ടിക്ക് ലഭിച്ചില്ല എന്നത് ഖേദകരമായ ഒരവസ്ഥയാണ് എന്ന് പൊതുവെ വിലയിരുത്തലുണ്ടായി. ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന കടുത്തുരുത്തി സീറ്റ്, ആ സീറ്റിൽ മത്സരിച്ച് വിജയിക്കാമെന്നുള്ള ഞങ്ങളുടെ ചെയർമാൻ്റെ ആഗ്രഹം, അത് മെയ് 19-ാം തീയതി ആകുമ്പോൾ ആസ്ഥാനത്താകുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നല്ലവണ്ണം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ പറഞ്ഞു. അങ്കമാലി, കോതമംഗലം, മൂവാറ്റുപുഴ സീറ്റുകളാണ് പരിഗണിക്കുന്നത്. ആരുടെ പിന്തുണ ലഭിച്ചാലും സ്വീകരിക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മത്സരരംഗത്ത് വരുന്ന പക്ഷം ഞാൻ തെരഞ്ഞെടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് മൂവാറ്റുപുഴ, കോതമംഗലം, അങ്കമാലി ഈ 3 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലുമാണ്. ആ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും മത്സരിക്കുമ്പോൾ മത്സര രംഗത്ത് സ്ഥാനാർത്ഥിയായി വന്നാൽ ആരുടെ പിന്തുണയും സ്വീകരിക്കുന്നതിൽ ഒരു മടിയുമില്ല. കോഴിക്കോട് കൊയിലാണ്ടിയിൽ N സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. KP അനിൽകുമാർ അനുകൂലികളാണ് പ്രതിഷേധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ കോഴിക്കോട് നിന്നും ചേരുന്നു. സിജു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ചർച്ചകളും തർക്കങ്ങളും നിലനിൽക്കെ തന്നെയാണ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് കൊയിലാണ്ടിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധമുയർന്നത്. നിലവിൽ കോൺഗ്രസ് ഏകദേശ ധാരണയിലെത്തിയ 70 സീറ്റുകളിൽ ഉൾപ്പെട്ടതാണ് കൊയിലാണ്ടിയിൽ N സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഏകദേശ ധാരണയിലെത്തിയിരുന്നത്. എന്നാൽ N സുബ്രഹ്മണ്യന് സ്വീകാര്യനല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ആ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ കൊയിലാണ്ടിയിലും ചെങ്കോട്ടുകാവിലും ചേമഞ്ചേരിയിലും പയ്യോടിയിലും പ്രതിഷേധ പ്രകടനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ നടത്തി. N സുബ്രഹ്മണ്യനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും സോളാർ വിഷയങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിൽ പോസ്റ്റർ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. N സുബ്രഹ്മണ്യന് പകരമായി വർഷങ്ങളായി കൊയിലാണ്ടി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന KP അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. N സുബ്രഹ്മണ്യൻ തങ്ങൾക്ക് സ്വീകാര്യനല്ല. പൊതുസമ്മതനായ KP അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാത്ത പക്ഷം ഒരു തരത്തിലുള്ള സഹകരണവും തിരഞ്ഞെടുപ്പിൽ ഈ KP അനിൽകുമാർ അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. N സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിലവിൽ കൂട്ടരാജിയാണ് കൊയിലാണ്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. കൊയിലാണ്ടി നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീജ റാണി ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും വിവിധ ഭാരവാഹികൾ രാജിസന്നദ്ധ അറിയിച്ചുകൊണ്ട് KPCCക്ക് ഫാക്സ് ചെയ്തിട്ടുണ്ട്. ആനന്ദ്, കോഴിക്കോട് കൊയിലാണ്ടിയിൽ N സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. KP അനിൽകുമാർ അനുകൂലികളാണ് പ്രതിഷേധിച്ചത്. വിവരങ്ങളുമാണ് സിജു കണ്ണൻ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. തിരുവല്ലയിൽ ജോസഫ് എം പുതുശ്ശേരിയെ മത്സരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. 12 മണ്ഡലം പ്രസിഡന്റുമാരാണ് പരസ്യമായി പുതുശ്ശേരിക്കെതിരെ രംഗത്തെത്തിയത്. PJ കുര്യനും നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥി വിഷയത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരടക്കം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് തിരുവല്ലയിൽ ജോസഫ് എം പുതുശ്ശേരിയെ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട തിരുവല്ല നിയോജക മണ്ഡലത്തിലെ 12 കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായ വിക്ടർ T. തോമസിനെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ച ആൾക്ക് സീറ്റ് നൽകുന്നത് ശരിയല്ലെന്ന് കാണിച്ച് പരസ്യ പ്രസ്താവനയും ഇവർ ഇറക്കിയിട്ടുണ്ട്. പുതുശ്ശേരിക്ക് സീറ്റ് നൽകുന്നത് UDF-നോടുള്ള അവഹേളനമാണ്. ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ നിയോഗിച്ചാൽ ഇവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ജോസഫ് എം പുതുശ്ശേരിക്ക് സീറ്റ് നൽകരുതെന്ന് നേരത്തെ PJ കുര്യനും ആവശ്യപ്പെട്ടിരുന്നു. പുതുശ്ശേരി മത്സരിച്ചാൽ വിക്ടറിന്റെ അനുകൂലികളും വിക്ടർ മത്സരിച്ചാൽ പുതുശ്ശേരിയുടെ അനുകൂലികളും പരസ്പരം കാലുവാരും എന്ന ആശങ്കയ്ക്കിടയിലാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ തന്നെ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്.
ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പുനലൂരിലും കരുനാഗപ്പള്ളിയിലും KPCCക്കെതിരെ രൂക്ഷ വിമർശനവുമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തങ്ങൾക്ക് പരിചിതമില്ലാത്ത ചിഹ്നങ്ങളും സ്ഥാനാർത്ഥികളെയും കെട്ടിയിറക്കുന്നതിനെതിരെയാണ് പോസ്റ്ററുകൾ. മറ്റ് ചിഹ്നങ്ങൾ അനുവദിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിക്കരുതെന്നും പോസ്റ്ററുകളിൽ പറയുന്നു. കരുനാഗപ്പള്ളിയിൽ പേയ്മെന്റ് സീറ്റും നേതാക്കന്മാർക്ക് ഭാരവാഹിത്വവും പണം വാങ്ങി നൽകുന്നതായും ആരോപിക്കുന്നു. കേരളത്തിൽ ഇടത് തരംഗമെന്ന് ടൈംസ് നൗ ഇന്ത്യ TV സി വോട്ടർ അഭിപ്രായ സർവേ. LDF 86 സീറ്റുകളിൽ വിജയം നേടും. UDFന് 53 സീറ്റുകളും BJPക്ക് 1 സീറ്റുമാണ് സർവേ പ്രവചിക്കുന്നത്. സോളാർ ഉൾപ്പെടെ സർക്കാരിന്റെ അഴിമതി UDFന് തിരിച്ചടിയാകുമെന്നാണ് സർവേ പങ്കെടുത്ത ഭൂരിപക്ഷം വോട്ടർമാരും അഭിപ്രായപ്പെട്ടത്. UDF സർക്കാരിന്റെ പ്രവർത്തനത്തിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രകടനത്തിലും കേരളത്തിലെ ജനങ്ങൾ തൃപ്തരല്ല. UDF സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ലെന്ന് സർവേയിൽ പങ്കെടുത്ത 45% പേരും അഭിപ്രായപ്പെട്ടപ്പോൾ 21% പേരാണ് ഭരണത്തിൽ സംതൃപ്തരാണെന്ന് അഭിപ്രായപ്പെട്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രകടനം മോശമെന്ന് 43.3% പേർ അഭിപ്രായപ്പെട്ടു. വോട്ടർമാരുടെ കണ്ണിൽ ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന പ്രശ്നം അഴിമതി തന്നെ. സർവേയിൽ പങ്കെടുത്ത 37.3% പേരാണ് അഴിമതി മുഖ്യ പ്രശ്നമായി ചൂണ്ടിക്കാട്ടിയത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വർഗീയത തുടങ്ങിയ വിഷയങ്ങളും വോട്ടർമാർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ മാനദണ്ഡമാക്കുമെന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത്. ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്ന് അടിവരയിടുന്ന സർവേ LDFന് 86 സീറ്റുകളും UDFന് 53 സീറ്റുകളും NDAക്ക് 1 സീറ്റും ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു. 2011 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDFന്റെ വോട്ട് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടാകും. 2011 45.8 നിന്നും 41% വോട്ട് ശതമാനം കുറയുക. സീറ്റുകൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് ബംഗാളിൽ ഇടതുപക്ഷം ഇത്തവണ കരുത്തുകാട്ടുമെന്നും സർവേ പറയുന്നു. തമിഴ്നാട്ടിൽ AIDMK വീണ്ടും അധികാരത്തിലെത്തുമെന്ന് വ്യക്തമാക്കുന്ന സർവേ അസമിൽ BJPക്കാണ് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മതമേലധ്യക്ഷന്മാരുടെ വാക്കുകൾ കേട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്യുകയെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. ചിന്തിക്കുന്ന മലയാളികൾ നല്ല വ്യക്തികൾക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂവെന്നും മറ്റു കാര്യങ്ങൾ അവരെ സ്വാധീനിക്കുകയില്ലെന്നും കമാൽ പാഷ കൊച്ചിയിൽ പറഞ്ഞു. ആരെങ്കിലും ഒരാൾ പറയുന്ന കേട്ട് ആരെങ്കിലും വോട്ട് ചെയ്യും? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ഒരാൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാർക്ക് വോട്ട് ചെയ്യണേ എന്ന് എന്റെ എത്ര അടുത്ത ആൾ പറഞ്ഞാലും ഞാൻ ആലോചിക്കും അയാൾക്ക് വോട്ട് കൊടുക്കണോ വേണ്ടയോ. അങ്ങനെ ചെയ്യാറുള്ളൂ. ഇവിടെ മതമേലധ്യക്ഷന്മാരെന്ന് പറഞ്ഞിട്ട് ആരും വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ആരും ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനുള്ള ശക്തിയുള്ളവരും കഴിവുള്ളവരുമാണ്. അവര് ചിന്തിക്കും. അവര് നോക്കണം, നല്ല ആളുകൾക്ക് നോക്കി വോട്ട് ചെയ്യും. അതാണ് അത് ഒരു നല്ലത്. വേറെ ഒന്നും അതിനകത്ത് വേറെ കാര്യങ്ങളോ മതത്തിന്റെ ആ കെട്ടുപാടുകളോ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും ആളുകൾ നോക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. തിരികെ വാർത്തകളിലേക്ക്. ഉപതെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത അരുവിക്കര നിയോജക മണ്ഡലം ഒരു തെരഞ്ഞെടുപ്പിനു കൂടി തയ്യാറെടുത്തതോടെ വീണ്ടും വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാവുകയാണ് ഇത്. വോട്ടെടുപ്പിന് 45 ദിവസങ്ങൾ ശേഷിക്കെ ഇടത് വലതുമുന്നണി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. അതേസമയം BJP സ്ഥാനാർത്ഥിയുടെ കൂടെ ചിത്രം വ്യക്തമാകുന്നതോടെ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാകും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടമായിരിക്കും നടക്കുക. LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും ശക്തന്മാരായത് തന്നെയാണ് ഇതിന് കാരണവും. BJP സ്ഥാനാർത്ഥിയുടെ ചിത്രം കൂടെ വ്യക്തമാകുന്നതോടെ ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവും സജീവമാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ G കാർത്തികേയൻ 10,674 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ് അരുവിക്കര നിയോജക മണ്ഡലം. G കാർത്തികേയന്റെ വിയോഗത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ G കാർത്തികേയന്റെ മകൻ KS ശബരിനാഥൻ 10,128 വോട്ടുകളുടെ ഭൂരിപക്ഷവുമായി മണ്ഡലത്തിൽ വീണ്ടും കോൺഗ്രസ് കൊടി പാറിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നതോടെ അരുവിക്കര നിയോജക മണ്ഡലം വീണ്ടും കേരളത്തിലെ സജീവ രാഷ്ട്രീയ ചർച്ചാ കേന്ദ്രമാവുകയാണ്. തലസ്ഥാന ജില്ലയുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ ജനനേതാവായ അഡ്വക്കേറ്റ് A റഷീദാണ് ഇക്കുറി അരുവിക്കരയിൽ ഇടതുപക്ഷത്തിന്റെ സാരഥി. പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഒട്ടേറെ അനുഭവ സമ്പത്തിന്റെ ഉടമയുമായ അഡ്വക്കേറ്റ് A റഷീദ് വോട്ടർമാർക്കിടയിൽ ഇതിനോടകം സജീവ സാന്നിധ്യമായിരിക്കുന്നു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A റഷീദ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. UDFന്റെ 25 വർഷക്കാലത്ത് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വെറും കൊള്ളയായിരുന്നു എന്നത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. സംസ്ഥാനത്ത് ഒരുപക്ഷെ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയേറെ അവഗണന നേരിടുന്ന ഒരു മണ്ഡലമുണ്ട്, വേറെ നോക്കിയാൽ കാണാൻ കഴിയുന്നതല്ല. ഒരു സർക്കാർ കോളേജ് പോലും ഈ പ്രദേശത്തില്ല. ആദിവാസി മേഖലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി അടക്കം ആദിവാസി മേഖലയിൽ നിരവധി
ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് പറഞ്ഞു. അവർക്ക് പട്ടയം കിട്ടാനുള്ള നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അതേസമയം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയില്ലെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥിയായ KS ശബരിനാഥൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മണ്ഡലത്തിൽ തുടക്കമിട്ടു. നേരത്തെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനമെന്ന മുദ്രാവാക്യവുമായാണ് ശബരിനാഥൻ ഇക്കുറി വോട്ടർമാരെ സമീപിക്കുന്നത്. അവിടെ വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനോടൊപ്പം പുതിയ രീതിയിലുള്ള ആശയങ്ങൾ തൊഴിൽ മേഖലകളാവട്ടെ വിദ്യാഭ്യാസത്തിലാവട്ടെ അതിലൊക്കെ ഊന്നി നിന്നുകൊണ്ടായിരിക്കും അടിസ്ഥാന സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തി അതിൽ നിന്നുകൊണ്ട് പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ഒരു വോട്ടായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ ചോദിക്കാൻ പോകുന്നത്. BJPക്ക് ഇതുവരെ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇടതു വലതു മുന്നണികളെ മാറി മാറി തുണച്ചിട്ടുള്ള വോട്ടർമാരുള്ള മണ്ഡലമാണ് അരുവിക്കര നിയോജക മണ്ഡലം. നേരത്തെ ഘടകകക്ഷികളുടെ കയ്യിലായിരുന്ന സീറ്റ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലാണ് CPMന്റെ കൈകളിലേക്ക് വന്നത്. ഏതായാലും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ വിജയപരാജയത്തിന് നിർണായക ഘടകമാകുന്നത് ഇവിടുത്തെ ജാതി സമവാക്യത്തിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകൾ തന്നെയായിരിക്കും. ക്യാമറ വുമൺ ഷാജിലയ്ക്കൊപ്പം സുനിൽ അരിമാലോ.